മലപ്പുറം കളക്ടറേറ്റിൽ കോടതിക്ക് സമീപം സ്ഫോടനം. അമോണിയം നൈട്രേറ്റും പ്രഷർ കുക്കറും ഉപയോഗിച്ച് നിർമ്മിച്ച ബോംബാണ് പൊട്ടിയതെന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ സ്ഥിരീകരണം. പ്രത്യേക അന്വേഷണ സംഘം മലപ്പുറത്തെത്തിയെന്ന് ഡിജിപിയും വ്യക്തമാക്കി. ദ ബേസ് മൂവ്മെന്റ് എന്ന ഭീകര സംഘടനയാണ് സ്ഫോടനത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നു. ഉച്ചയ്ക്ക് 1:10 മലപ്പുറം കളക്ടറേറ്റിൽ കോടതി പരിസരത്ത് സ്ഫോടനമുണ്ടായത്. ആളപായമില്ല. സമീപത്ത് നിർത്തിയിട്ടിരുന്ന 4 കാറുകൾ ഭാഗികമായി തകർന്നു. പ്രഷർ കുക്കറിൽ അമോണിയം നൈട്രേറ്റും ബാറ്ററിയും ഉപയോഗിച്ച് നിർമ്മിച്ച ബോംബാണ് പൊട്ടിയതെന്ന് ജില്ലാ പോലീസ് മേധാവി സ്ഥിരീകരിച്ചു. പ്രാഥമികം മനസ്സിലാക്കുന്ന നമ്മൾ ഈ ഒരു പ്രഷർ കുക്കറുടെ ഒരു ബോംബ് ഒരു ഐഡിയ ആവാം കൂടുതൽ സാധ്യത ഉണ്ടാവും നമ്മൾ പ്രാഥമികം മനസ്സിലാക്കും. അതിന് എന്തെങ്കിലും അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ടോ പ്രഷർ കുക്കറിന്റെ? അതെ, എന്തൊക്കെ സബ്സ്റ്റൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്? പൊതുവെ നമ്മൾ സ്മെല്ല് കാണുമ്പോൾ ഗൺ പൗഡർ സ്മെൽ കാണുന്നുണ്ട്. അമോണിയം നൈട്രേറ്റ് പറഞ്ഞൊരു ഒരു കെമിക്കലുണ്ട്, അത് കാണുന്നുണ്ട്. അത് അന്വേഷിക്കേണ്ടി വരും. ഈ ബോക്സിലുണ്ടായിരുന്ന കണ്ടന്റ് എന്താണ്? ബോക്സിൽ നമ്മൾ അതൊരു ബേസ് മൂവ്മെന്റ് പറഞ്ഞിട്ട് ഒരു സാധനത്തിൽ പേര് എഴുതിയിട്ടുണ്ട് മേളിൽ. അത് പൊട്ടിച്ചിട്ട് നമ്മൾ ഫോറൻസിക് അവിടെ ഫിംഗർ പ്രിന്റ് മറ്റക്കാരെ നോക്കിയിട്ട് മാത്രമേ തുറക്കുള്ളൂ. ബട്ട് അവിടെ മേളിൽ ബേസ് മൂവ്മെന്റ് പറഞ്ഞിട്ട് സംഗതി എഴുതിയിട്ടുണ്ട്. നിരോധിത അല്ലുമയുടെ പുതിയ പതിപ്പായ ദി ബേസ് മൂവ്മെന്റിന്റെ പേരിലുള്ള ലഘുലേഖകളും പെൻഡ്രൈവും തൊട്ടടുത്തു നിന്ന് കിട്ടി. ദാദ്രിയിൽ കൊല്ലപ്പെട്ട അഖ്ലാഖിനെ പിന്തുണക്കുന്ന വരികൾ ലഘുലേഖയിലുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം മലപ്പുറത്തെത്തിയെന്ന് ഡിജിപിയും അറിയിച്ചു. ആന്ധ്രയിലെ ചിറ്റൂർ, കർണാടകയിലെ മൈസൂർ, കൊല്ലം കലക്ട്രേറ്റുകളിലുണ്ടായ സ്ഫോടനവുമായി സാമ്യമുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. KT സ്വാലിഹ്, മലപ്പുറം. ഇന്ത്യ പാക് അതിർത്തിയിൽ വിവിധ മേഖലകളിൽ പാകിസ്ഥാൻ സേന നടത്തിയ വെടിവയ്പിൽ 8 ഗ്രാമീണർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ 4 സ്ത്രീകളും 2 കുട്ടികളുമാണുള്ളത്. ഇന്ത്യൻ സേന നടത്തിയ പ്രത്യാക്രമണത്തിൽ 2 പാക് സൈനികരെ വധിച്ചു. ജമ്മു, സാംബ, രജൌരി ജില്ലകളിലെ ഇന്ത്യൻ സൈനിക പോസ്റ്റുകളെയും ജനവാസ കേന്ദ്രങ്ങളെയും ലക്ഷ്യം വച്ചായിരുന്നു പാകിസ്ഥാന്റെ വെടിവെപ്പ്. അരാനിയ, നൌഷീറ, രാങ്കർ മേഖലകളിൽ ശക്തമായ വെടിവെപ്പും ഷെല്ലാക്രമണവും ഉണ്ടായി. വെടിവെപ്പിൽ 4 സ്ത്രീകളും 2 കുട്ടികളും ഉൾപ്പെടെ 8 പേർ കൊല്ലപ്പെട്ടു. രാംഗർ മേഖലയിലുണ്ടായ വെടിവെപ്പിലാണ് 5 വയസ്സ് പ്രായമുള്ള 2 കുട്ടികൾ കൊല്ലപ്പെട്ടത്. 80ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ സേനയും ശക്തമായ തിരിച്ചടി ആരംഭിച്ചു. ഇന്നലെ പാകിസ്ഥാൻ നടത്തിയ വെടിവെപ്പിൽ ഒരു സ്ത്രീയും ഒരു BSF ജവാനും കൊല്ലപ്പെട്ടിരുന്നു. വെടിവെപ്പിന്റെ മറവിൽ നുഴഞ്ഞുകയറ്റത്തിനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നതെന്ന് BSF DGP ധർമ്മേന്ദ്ര പരീഖ് പറഞ്ഞു. കഴിഞ്ഞ 1 മാസത്തിനിടെ 60 തവണയിലധികമാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. അതിനിടെ സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിശദീകരിക്കാനായി ജമ്മു കാശ്മീർ ഗവർണർ NN വോറ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഭോപ്പാൽ ഏറ്റുമുട്ടലിൽ ഇനി ഉന്നതതല തുടരന്വേഷണം നടത്തില്ലെന്ന് മധ്യപ്രദേശ് സർക്കാർ. NIA അന്വേഷണം തന്നെ പര്യാപ്തമാണെന്ന് മധ്യപ്രദേശ് ആഭ്യന്തരമന്ത്രി ഭൂപേന്ദർ സിംഗ് പറഞ്ഞു. അതേസമയം ഭോപ്പാൽ ഏറ്റുമുട്ടൽ വ്യാജമാണെന്ന് മുൻ സുപ്രീംകോടതി ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു പ്രതികരിച്ചു. വ്യാജ ഏറ്റുമുട്ടലിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് വധശിക്ഷ നൽകണമെന്നും മുൻ സുപ്രീംകോടതി ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടു. ഭോപ്പാൽ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രകാശ് കാരാട്ടും പ്രതികരിച്ചു. സിമി പ്രവർത്തകർ സെൻട്രൽ ജയിൽ ചാടുകയും പിന്നീട് പോലീസ് വെടിവെച്ച് വധിക്കുകയും ചെയ്ത സംഭവത്തിൽ ഇനി തുടരന്വേഷണം നടത്തേണ്ട ആവശ്യമില്ലെന്നാണ് മധ്യപ്രദേശ് സർക്കാർ വ്യക്തമാക്കിയത്. ഭോപ്പാൽ ഏറ്റുമുട്ടൽ വ്യാജമെന്ന ആരോപണം ശക്തമാകുന്നതിനിടയിലാണ് ഇനി ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തേണ്ട ആവശ്യമില്ലെന്ന് മധ്യപ്രദേശ് ആഭ്യന്തരമന്ത്രി ഭൂപേന്ദർ സിംഗ് പറഞ്ഞത്. സംഭവ സമയത്ത് CCTV ക്യാമറകളും ജയിൽ അലാറവും മതിലിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന ഇലക്ട്രിക് കമ്പികളും പ്രവർത്തിച്ചിരുന്നില്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം. ജയിൽ ചാടുന്നതിന് പ്രതികൾക്ക് ജയിൽ ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിച്ചിരുന്നോ എന്നത് സംബന്ധിച്ചും ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം വ്യക്തമാക്കുമെന്നുമാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിലപാട്. സിമി പ്രവർത്തകരെ കൊലപ്പെടുത്തിയതിൽ സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് വേണ്ടതെന്ന പ്രതികരണവുമായി മന്ത്രി കുസും മെഹ്തലയും രംഗത്തെത്തി. അതേസമയം ഭോപ്പാൽ ഏറ്റുമുട്ടൽ നാടകമെന്ന ആരോപണത്തിൽ പ്രതിപക്ഷ കക്ഷികൾ ഉറച്ചു നിൽക്കുകയാണ്. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ശക്തമാക്കിയിരുന്നു. അതേസമയം ഏറ്റുമുട്ടൽ വ്യാജമെന്നാണ് തനിക്ക് ലഭിച്ച വിവരമെന്ന് മുൻ സുപ്രീംകോടതി ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു പ്രതികരിച്ചു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് വധശിക്ഷ നൽകണമെന്നും മുൻ സുപ്രീംകോടതി ജസ്റ്റിസ് ഫേസ്ബുക്കിൽ കുറിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊച്ചിയിൽ ഗുണ്ട അറസ്റ്റ്. ഭായ് നസീറിന്റെ സംഘാംഗങ്ങളായ ഭരതൻ, ഷിജു, അബീൻ, റംഷാദ്, അബ്ദുൾ സലാം എന്നിവരെയാണ് പ്രത്യേക പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് നെട്ടൂർ സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ മരട് നഗരസഭ വൈസ് ചെയർമാൻ ആന്റണി ആശാൻ പറമ്പിലാണ് 1-ാം പ്രതി. കൌൺസിലർ ജിൻസൺ പീറ്റർ 2-ാം പ്രതിയാണ്. ഇരുവരും ഒളിവിൽ പോയതായി പോലീസ് അറിയിച്ചു. 2013 കേസിനാസ്പദമായ സംഭവം. ഭൂമി വാങ്ങി നിലം നികത്തി കൊടുക്കലായിരുന്നു ഷുക്കൂറിന്റെ പ്രധാന ജോലി. നിലവിൽ മരട് നഗരസഭാ വൈസ് ചെയർമാൻ
ആന്റണി ആശാൻപറമ്പിൽ ഷുക്കൂറിന്റെ ജോലികൾ തടസ്സപ്പെടുത്തുകയും പകരം ഗുണ്ടാ സംഘങ്ങളെ ഉപയോഗിച്ച് നിലം നികത്തൽ തുടരുകയും ചെയ്തു. ഇതിനെതിരെ മുൻ UDF സർക്കാരിന്റെ പരാതി നൽകിയെങ്കിലും എറണാകുളത്തെ ഒരു മന്ത്രി ഇടപെട്ട് കേസ് അട്ടിമറിച്ചെന്ന് ഷുക്കൂർ പറഞ്ഞു. എറണാകുളം ജില്ലാ മന്ത്രിയുടെ സപ്പോർട്ടിലാണ് ഇത് ചീറ്റിപ്പോയി കേസ്. മന്ത്രിയായിട്ടുണ്ട്, അല്ല കേസ് എടുക്കുമല്ലോ, അന്ന് പറഞ്ഞ വിഷയമുണ്ടല്ലോ, അനങ്ങിയ പോലുമില്ല അന്ന്. പരാതി നൽകിയ വൈരാഗ്യത്തിൽ ആന്റണി ആശാൻപറമ്പിലും നിലവിൽ കൗൺസിലറുമായ ജിൻസൺ പീറ്ററും ചേർന്ന് തന്നെ കാറിൽ കയറ്റി കൊണ്ടുപോവുകയും നെട്ടൂരിലൊരു വീട്ടിലെത്തിച്ച് ഗുണ്ടകളെ കൊണ്ട് ആക്രമിപ്പിച്ചെന്നും ഷുക്കൂർ പറഞ്ഞു. തന്റെ ജോലി തടസ്സപ്പെടുത്തുന്ന പ്രവൃത്തി ആന്റണി ആശാൻപറമ്പിൽ ഇപ്പോഴും തുടരുന്നതിനാൽ പ്രത്യേക പോലീസ് സംഘത്തിന് പരാതി നൽകുകയായിരുന്നുവെന്ന് ഷുക്കൂർ പറഞ്ഞു. അന്വേഷണത്തിന്റെ ഭാഗമായി ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ഭരതൻ, ഷിജു, അബി, റംഷാദ്, അബ്ദുൽ സലാം എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 60 ആണ്ട് തികഞ്ഞ കേരളത്തിന്റെ എല്ലാ മേഖലകളിലെയും സമഗ്ര വികസനം മുന്നിൽ കണ്ട ആസൂത്രണ പദ്ധതികളുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളപ്പിറവിയുടെ 60ാം വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ മേഖലകളിൽ നിന്നുള്ള 60 മഹത് വ്യക്തിത്വങ്ങൾ 60 മൺചിരാതുകൾ തെളിയിച്ചതോടെയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. അതേസമയം കേരളപ്പിറവി ദിനാഘോഷത്തിലേക്ക് ഗവർണറെ ക്ഷണിക്കാത്തത് പ്രോട്ടോകോൾ പ്രശ്നമുള്ളതുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഐക്യ കേരളത്തിന്റെ 60 ആണ്ട് വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് പ്രൗഢഗംഭീര തുടക്കം. ഉദ്ഘാടന സമ്മേളനത്തിന് മാറ്റേകാൻ സ്വാഗത സംഗീത നൃത്താവിഷ്കാരം. ശുചിത്വ രംഗത്ത് കേരളത്തിന് ചരിത്ര നേട്ടം. കേരളത്തെ വെളിയിട വിസർജന വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രഖ്യാപനം നടത്തിയത്. ശൌചാലയങ്ങളുടെ പരിപാലനം തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളം 100% ജനങ്ങൾക്കും ടോയ്ലറ്റ് സൗകര്യമുള്ള സംസ്ഥാനമായി മാറിയിരിക്കുന്നു എന്ന കാര്യം ഔപചാരികമായി എല്ലാവരുടെയും അനുമതിയോടെ ഈ ചടങ്ങിൽ പ്രഖ്യാപിക്കട്ടെ. ടോയ്ലറ്റ് ലഭ്യതയുടെ കാര്യത്തിൽ ദേശീയ ശരാശരി 54% മാത്രമാണ്. എന്നാൽ കേരളം ഏറ്റവും മുന്നിൽ നിൽക്കുകയായിരുന്നു, 96% എത്തി നിൽക്കുകയായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളത് കുറച്ച് മാത്രമാണ്. തൃശൂർ പൂരം നടത്തിപ്പിലെ ആശങ്കകൾ ഒഴിഞ്ഞതായി സർക്കാരും ദേവസ്വം ഭാരവാഹികളും. ആന എഴുന്നള്ളിപ്പിൽ നാട്ടാന പരിപാലന നിയമം ദുർവ്യാഖ്യാനം ചെയ്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്ന് വനമന്ത്രി കെ രാജു പറഞ്ഞു. വെടിക്കെട്ടിന്റെ കാര്യത്തിൽ കേന്ദ്രത്തിൽ സർക്കാർ സമ്മർദ്ദം ചെലുത്തുമെന്ന് ഉറപ്പു നൽകിയതായി പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ വ്യക്തമാക്കി. തൃശൂർ പൂരം നടത്തിപ്പ് സംബന്ധിച്ചുള്ള ആശങ്കകൾക്ക് വിരാമമിട്ടുകൊണ്ടാണ് മന്ത്രിതല ആലോചനാ യോഗം സമാപിച്ചത്. നിയമപരമായി തൃശൂർ പൂരം നടത്തുന്നതിൽ യാതൊരുവിധ ആശങ്കയും സർക്കാരിനില്ല. ആന എഴുന്നള്ളിപ്പിൽ 2012 നാട്ടാന പരിപാലന നിയമം ദുർവ്യാഖ്യാനം ചെയ്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്ന് മന്ത്രിമാരായ കെ രാജു, VS സുനിൽകുമാർ, AC മൊയ്തീൻ എന്നിവർ വ്യക്തമാക്കി. അവിടെ ആചാരപരമായി വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി നടന്നു വന്നിരുന്ന പൂരം, അതിനോടനുബന്ധിച്ചുള്ള ആചാര ക്രമങ്ങളും അതുപോലെ തന്നെ നടത്തുന്നതിന് വനം വകുപ്പിന് യാതൊരു വിധമായ ആക്ഷേപവും ഇല്ല എന്നുള്ള വിവരം ഞാൻ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. നാട്ടാന പരിപാലന നിയമവുമായി ബന്ധപ്പെട്ട് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള ചില സർക്കുലർ ഉണ്ടാക്കിയതാണ് ചില സംശയത്തിനിടയാക്കിയത്. ആ കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ ഡെപ്യൂട്ടി ചീഫ് കൺട്രോളർ ഇറക്കിയ സർക്കുലർ ആശങ്ക സൃഷ്ടിക്കുന്നതാണെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ മന്ത്രിതല ചർച്ചയിൽ അറിയിച്ചു. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താമെന്ന് സർക്കാർ ഉറപ്പു നൽകിയതായി ദേവസ്വം ഭാരവാഹികൾ പറഞ്ഞു. എഴുന്നള്ളിപ്പുകളെക്കുറിച്ച്, ആന എഴുന്നള്ളിപ്പുകളെക്കുറിച്ചുള്ള ആശങ്കകൾ പരിപൂർണമായി തന്നെ തീർത്തു തന്നിട്ടുണ്ട്. പിന്നെ വെടിക്കെട്ടിൻ്റെ കാര്യത്തിൽ വളരെ അപ്രായോഗികമായ നിർദ്ദേശങ്ങൾ കൂടിയുണ്ട്. അത് ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കും. തൃശൂർ പൂരത്തിൽ ആനകളെ പീഡിപ്പിക്കുന്ന തരത്തിലെ ഒന്നും ഉണ്ടാകില്ലെന്ന് ഇരു ദേവസ്വം ഭാരവാഹികളും യോഗത്തിൽ സർക്കാരിന് ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം C. രാധാകൃഷ്ണന്. രാധാകൃഷ്ണന്റെ കൊച്ചിയിലെ വസതിയിലെത്തി മന്ത്രി AK ബാലനാണ് ഭാഷാപിതാവിന്റെ പേരിലുള്ള സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത പുരസ്കാരം പ്രഖ്യാപിച്ചത്. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയ മികച്ച സംഭാവനകളാണ് 2016 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് C. രാധാകൃഷ്ണനെ അർഹനാക്കിയത്. പുരസ്കാര ജേതാവിനെ പ്രഖ്യാപിച്ച മന്ത്രി AK ബാലൻ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. സമഗ്ര സംഭാവന സാഹിത്യത്തിൻ്റെ എല്ലാ മേഖലകളിലും നൽകിയ അത്യപൂർവമായൊരു പ്രതിഭയാണ്. നേട്ടത്തിൽ സന്തോഷം പങ്കുവച്ച രാധാകൃഷ്ണൻ പുരസ്കാരം എഴുത്തച്ഛന് തിരുമുൾക്കാഴ്ചയായി സമർപ്പിക്കുമെന്നും പറഞ്ഞു. ഈ അവാർഡ് എനിക്ക് വീണ് കിട്ടിയ ഒരു വലിയ സമ്മാനം പോലെയായി എന്നുള്ളതാണ്.
ഈ 60 വർഷം കഴിഞ്ഞിട്ടും കേരളക്കരയിൽ ജാതി എന്നൊരു ഭൂതം നമ്മളെ വിഴുങ്ങുന്നതിൽ നിന്ന് വലിയ പിന്നോക്കം പോക്കൊന്നും നടത്തിയിട്ടില്ല. സമുദായങ്ങൾ തമ്മിലുള്ള മൈത്രിയിൽ വിദ്യാഭ്യാസം വളരെ കൂടിയിട്ടും ഇടിവുണ്ടായിട്ടുണ്ട്. 1939 മലപ്പുറം ചമ്രവട്ടത്ത് ജനിച്ച രാധാകൃഷ്ണൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, മൂത്തിദേവി അവാർഡ്, മഹാകവി ജി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ ചെയർമാനായ ജഡ്ജിംഗ് കമ്മിറ്റിയാണ് 1.5 ലക്ഷം രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്ന എഴുത്തച്ഛൻ പുരസ്കാരത്തിന് രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തത്. പുരസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനുവരിയിൽ സമ്മാനിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.